Xylem Learning, it's me Mufida. മക്കളെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സൗണ്ട് നമ്മുടെ ചാപ്റ്റർ 3 അടിപൊളിയായിട്ട് ഒരു ഒറ്റ വീഡിയോ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാവർക്കും വെൽക്കം ടു അവർ ക്ലാസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ കട്ടായിട്ട് പഠിച്ച് തുടങ്ങാം അല്ലേ. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളതായിട്ടുള്ളത് അല്ലേ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അതിലെങ്ങനെയാണ് സൗണ്ട് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ മനുഷ്യന്മാരെങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് സൗണ്ടുകളുണ്ട്. ചില സൗണ്ടുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ചില സൗണ്ടുകളുണ്ട്. ആ സൗണ്ടിനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലേ, നമ്മൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് സൗണ്ടുകളുണ്ട്. ആ സൗണ്ടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന അല്ലേ ഒരുപാട് സൗണ്ടുകൾ നമ്മുടെ ലോകത്തിലുണ്ടെങ്കിലും പല സൗണ്ടുകളും നമ്മൾക്ക് കേൾക്കാൻ പറ്റാറില്ല. അങ്ങനെ കേൾക്കുന്ന സൗണ്ടുകൾ ഏതാണ്, കേൾക്കാൻ പറ്റാത്തത് ഏതൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ടോപ്പിക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൗണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, വൈബ്രേഷൻ കാരണമാണെന്നാണ്. വാട്ട് ഈസ് വൈബ്രേഷൻ? വൈബ്രേഷൻ എന്ന് പറയുമ്പം ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് നമുക്ക് പറയാം അല്ലേ. എന്താണ് ഇപ്പം നമ്മൾ ഇതിൽ നമ്മളിങ്ങനെ അല്ലേ തട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സൗണ്ട് ഉണ്ടാകുന്നുണ്ട് അല്ലേ. ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒബ്ജക്റ്റിൻ്റെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ടുള്ള ഒരു മോഷനെയാണ് നമ്മൾ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ വൈബ്രേഷണൽ മോഷൻ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. സെറ്റാണല്ലോ. സോ അങ്ങനെയാണ് നമ്മളുടെ ചാപ്റ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നത് സൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും സൗണ്ട് ഇസ് എനർജി ഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ആദ്യം നമുക്ക് കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ പഠിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് തബലയിൽ നിന്നും സൗണ്ട് വരുന്നത്? ഇറ്റ്സ് ഓഫ് കോഴ്സ് തബലയുടെ ഏതോ ഒരു ഭാഗം കിടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഡ്രമ്മിൻ്റെ കേസിൽ എങ്ങനെയാണ് സൗണ്ട് വരുന്നത് നമ്മൾ പഠിച്ചു. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ്. അപ്പോൾ ഓഫ് കോഴ്സ് ഡ്രമ്മിൻ്റെ ഏത് ഭാഗം വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൗണ്ട് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. ഓക്കെ, എല്ലാം നിങ്ങൾ വിരൽത്തുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്നും അന്വേഷിച്ച് കണ്ടെത്തൂല അല്ലേ. അത് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നോക്കിക്കോ, തബലയിൽ നോക്കിയടാ ഇതുപോലെ അല്ലേ ഒരു മെംബ്രെയിൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ആ മെംബ്രെയിനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടിക്കുന്നത് അല്ലേ. ആ മെംബ്രെയിനാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ വൈബ്രേഷണൽ പാർട്ട് എന്ന് പറഞ്ഞ എന്താണ്, ഈ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആണ്. ദ സെയിം ഡ്രമ്മിലും അതുപോലെ തന്നെയാണ് സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. മൃദംഗത്തിലോ എന്താണ്, ആ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആണ് മെയിനായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്. സെറ്റാണല്ലോ. മെയിൻ പാർട്ടുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതേ സമയം ഇതിൻ്റെ അല്ലേ ഈ ഒരു വുഡൻ ഫ്രെയിം ഒക്കെ എന്ത് ചെയ്യുന്ന കൂട്ടത്തിൽ വൈബ്രേറ്റ് ചെയ്യും. പക്ഷെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ മൂന്നിൻ്റെ കേസിലും ഇവിടെയുള്ള സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഫ്ലൂട്ടിൻ്റെ കേസിൽ അല്ലേ, ഫ്ലൂട്ട് എങ്ങനെയാണ് അല്ല ഇങ്ങനെ നമ്മൾ ഊതി കൊടുക്കുകയാണ് ചെയ്യലേ, അതിൻ്റെ കേസിൽ അതിൻ്റെ ഉള്ളിലുള്ള എയർ കോളം ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി ദ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് അല്ലേ, നമ്മൾ പറഞ്ഞു സൗണ്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ. മെയിനായിട്ട് സൗണ്ടുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മനുഷ്യന്മാരാണെന്നല്ലേ. അപ്പം മനുഷ്യന്മാർ എങ്ങനെയാണ് സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് അവരിലും എന്ത് നടക്കുന്നുണ്ട്, വൈബ്രേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏത് ഭാഗമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഏതൊക്കെയോ ബോഡി പാർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇളകുന്നുണ്ട് അല്ലേ. പക്ഷേ എവിടെയാണ് ആ മെയിൻ വൈബ്രേഷൻ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കൈ കൊണ്ട് ഇവിടെ ത്രോട്ടിലൊന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു ഭാഗം കിടന്ന് ഇങ്ങനെ ഇളകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്താണ്? യെസ്, ഇവിടെയുള്ളൊരു ഭാഗം ഉണ്ടതാണ് ലാരിങ്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്നൊക്കെ നമ്മൾ പറയും. അവിടെയുള്ള വോക്കൽ കോഡ്സ് ആണ്. കണ്ടോ, ഇതാണ് നമ്മളുടെ ലാരിങ്സ്, ഇതാണ് നമ്മുടെ വോയിസ് ബോക്സ് അല്ലെങ്കിലുള്ള മറ്റൊരു പേരാണ് ലാരിങ്സ്. ഈ ലാരിങ്സ് കിടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലേ നമുക്ക് എന്തെങ്കിലും സൗണ്ട് കിട്ടുന്നത്. ആക്ച്വലി ലാരിങ്സിലുള്ള വോക്കൽ കോഡ്സ് കണ്ടോ, ഇതാണ് നമ്മുടെ
വോക്കൽ കോഡ്സ്. ഈ വോക്കൽ കോഡ്സ് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ലാരിങ്സ്? ലാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വിൻ പൈപ്പ് ഉണ്ടല്ലോ അതിൻ്റെ മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? എയർ അല്ലേ വിൻ പൈപ്പിലൂടെ എന്ത് ചെയ്യുന്നതാണ് അല്ലെ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഈ വോക്കൽ കോഡ്സ് കിടന്നിട്ട് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ സൗണ്ടുകളൊക്കെ ഉണ്ടാകുന്നത് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. സോ മനുഷ്യന്മാരുടെ കേസിൽ വൈബ്രേറ്റിംഗ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓഫ് കോഴ്സ് പറയണം വോക്കൽ കോഡ്സ് ആണ്. എവിടെയുള്ള വോക്കൽ കോഡ്സ് ആണ്? ലാരിങ്സിൽ കാണപ്പെടുന്ന വോക്കൽ കോഡ്സ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞു സൗണ്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ. പക്ഷേ നമ്മുടെ ചെവിയിൽ എങ്ങനെയാണ് ആ സൗണ്ട് എത്തുന്നത് അല്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഒരാൾ വൈബ്രേഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷെ പിന്നീട് എങ്ങനെയാണ് അത് സൗണ്ടായിട്ട് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്? ആ കാര്യമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ വീട്ടിലേക്ക് ഒരാൾ അത് കൊണ്ടുതന്നു തരൂലേ? ആരാ തരിക? ഒരു ഡെലിവറി ബോയ് എന്ത് ചെയ്യും? അത് കൊണ്ടുതന്ന് തരൂലേ? അതുപോലെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻ നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കുന്ന ഒരാളുണ്ട് അല്ലേ? എത്തിക്കാനായിട്ട് നമുക്കൊരാളുണ്ട്. ആ ആളാണ് അവിടേക്കിടയിലുള്ള മീഡിയം. അത് ചില സമയത്ത് എയർ ആവാം അല്ലേ, ചില സമയത്ത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം അല്ലേ, അങ്ങനെ പല മീഡിയംസും ആവാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. സോ ദ ഇമ്പോർട്ടൻറ്റ് തിങ്, സൗണ്ട് നീഡ്സ് എ മീഡിയം ടു ട്രാവൽ. സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ് അല്ലേ? സൗണ്ടിന് എയറിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും, അതേസമയം സൗണ്ടിന് ലിക്വിഡ്സിലൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? നമ്മുടെ ഡോൾഫിൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവർക്കിടയിലുള്ള മീഡിയം ഏതാണ്? ഓഫ് കോഴ്സ് എന്താണ്? ലിക്വിഡ് ആണ്. സോ നമുക്ക് മനസ്സിലാക്കാം സൗണ്ട് ക്യാൻ ട്രാവൽസ് ത്രൂ ലിക്വിഡ് അല്ലേ? അതുപോലെ തന്നെ സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്സ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും സ്പീഡ് ഏത് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാം. മാക്സിമം സ്പീഡ് ഉണ്ടാകുക സോളിഡിലൂടെ സൗണ്ട് പോകുമ്പോഴാണ്. പെട്ടെന്ന് സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഇതിലൂടെയാണ്? സോളിഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. സെറ്റാണല്ലോ? ഇനി എങ്ങനെയാണ് ഈ വൈബ്രേഷൻസ് നമ്മുടെ ചെവിയിലേക്ക് എത്തിയിട്ട് നമുക്കതൊരു സൗണ്ടായിട്ട് മാറാൻ കഴിയുന്നത്? അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇയറിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കണം. നമ്മുടെ ഇയറിൽ എന്തുണ്ട്? നമ്മളെ ഡ്രമ്മിലൊക്കെ നമ്മൾ പറഞ്ഞ ഒരു സ്ട്രെച്ചിന് മെംബ്രെയിൻ ഉണ്ടെന്നല്ലേ? അതുപോലെ നമ്മുടെ ഇയറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു മെംബ്രെയിൻ ഉണ്ട്. അതാണ് നമ്മളുടെ ഇയർ ഡ്രം. ആ ഇയർ ഡ്രം ആണ് എന്ത് ചെയ്യാതാ നമ്മൾ പറയുന്ന വൈബ്രേഷൻ അല്ലേ? നമ്മുടെ എയറിലൂടെ വൈബ്രേഷൻ എന്ത് ചെയ്യാണ് അല്ലേ? ഇതുപോലെ എങ്ങനെ പോയിട്ട് നമ്മൾ എന്താ വൈബ്രേറ്റ് ചെയ്യുക? നമ്മൾ ഇയർ ഡ്രമ്മിൽ തട്ടിയിട്ട് നമ്മൾ ഇയർ ഡ്രം കിടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യും അല്ലേ? അങ്ങനെ ആ വൈബ്രേഷൻ അങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് ആ സിഗ്നൽസ് ഒക്കെ ആക്കി മാറ്റിയിട്ട് നമ്മളെ ബ്രെയിനാണ് അതൊരു സൗണ്ടായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആക്ച്വലി ഒരാളിൽ നിന്ന് മറ്റാളിലോട്ട് മീഡിയം വഴി വരുന്നത് ഇറ്റ്സ് നോട്ട് സൗണ്ട്. ആക്ച്വലി വരുന്നത് എന്താണ്? ഒരു എനർജി അല്ലെങ്കിൽ വൈബ്രേഷൻ ആയിട്ടാണ് വരുന്നത് അല്ലേ? അത് മാറ്റിയെടുക്കുന്ന ആള് ആരാണ്? നമ്മളുടെ ഇയർ ഡ്രമ്മും നമ്മളുടെ ബ്രെയിനൊക്കെയാണ് അതിനുള്ള മെയിൻ റോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ചെവിയിലേക്ക് കൂർത്ത സാധനങ്ങളൊന്നും ഇട്ടിങ്ങനെ അല്ലെ എങ്ങനെ കുത്തരുത്. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ഇയർ ഡ്രം എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. പിന്നെ വല്ലതും കേൾക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കിയോളൂ? വെൻ അല്ലെ വൈബ്രേഷൻ നമ്മളുടെ ചെവിയിലേക്ക് വരുന്ന സമയത്ത് ഇയർ ഡ്രമ്മിലോട്ട് പോവും. ദെൻ ഇയർ ഡ്രം കിടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യും. ദെൻ എന്താണ്? ഇയർ ഡ്രം എന്ത് ചെയ്യും? ആ വൈബ്രേഷനെ ഇന്നർ ഇയറിലോട്ട് പാസ് ചെയ്യും. ദെൻ അവിടെ നിന്നും എന്ത് ചെയ്യും? ആ സിഗ്നൽസ് ബ്രെയിനിലോട്ട് പോവും. ദെൻ ബ്രെയിനാണ് അതിനൊരു അടിപൊളി സൗണ്ടായിട്ട് അല്ലെങ്കിൽ ആ വൈബ്രേഷൻ അനുസരിച്ചുള്ള സൗണ്ടായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സൗണ്ടിനുള്ള 3 പ്രോപ്പർട്ടീസ് ആണ് ഫ്രീക്വൻസി, ടൈം പീരീഡ്, ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കുക. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഡിവൈഡഡ് ബൈ അതിനെടുത്തിരിക്കുന്ന സമയം. അതായത് ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് ഉണ്ടായി എന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കേട്ടോ. നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഡിവൈഡഡ് ബൈ അതിനെടുത്തിരിക്കുന്ന സമയം. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ടൈം പീരീഡ് എന്ന് പറയുമ്പം 1/ഫ്രീക്വൻസി ആണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടൈം പീരീഡിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളുടെ വൈബ്രേഷൻ ഉണ്ടായിട്ടുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുക. അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള അത് നമ്മൾ അടുത്ത വർഷം വളരെ അടിപൊളിയായിട്ട് പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെ മാത്രമാണ്?
നമ്മളുടെ ഫ്രീക്വൻസിയിലും ടൈം പീരീഡിലും മാത്രമാണ്. ഇനി നെക്സ്റ്റ് ഒരു കാര്യമാണ് പിച്ച്. പിച്ച് 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 എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ പാടുന്ന സമയത്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലർ പറയും ആ പിച്ച് അവിടെ കുറച്ച് കുറക്കായിരുന്നു, അല്ലെങ്കിൽ പിച്ച് അവിടെ കുറച്ച് കൂട്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. വാട്ട് ഇസ് പിച്ച്? പിച്ചിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടിയ സൗണ്ട് നമ്മൾ പറയും പിച്ച് കൂടുതലാണെന്ന് പറയും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൗണ്ട് ഈസ് ഷ്രിൽ എന്നും നമ്മൾ പറയും. പൊതുവേ വിമണിൻ്റെ സൗണ്ടിന് പിച്ച് കൂടുതലാണ്. നമ്മൾ പറയും സൗണ്ട് ഈസ് ഷ്രിൽ അല്ലെങ്കിൽ ഹയർ പിച്ച് സൗണ്ട് ആണെന്ന് പറയും. എന്നാൽ മെന്നിൻ്റെ കേസിൽ ലോ ഫ്രീക്വൻസി സൗണ്ടാണ് അവർക്ക് പൊതുവേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ സൗണ്ടിന് പിച്ച് കുറവായിരിക്കും. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പിച്ച് കൂടിയ സൗണ്ടും പിച്ച് കുറഞ്ഞ സൗണ്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഡ്രമ്മിൻ്റെ കേസിൽ ലോ പിച്ച് സൗണ്ടാണ്, ആൻഡ് വിസിലിൻ്റെ കേസിൽ എന്താണ് ഹൈ പിച്ച് സൗണ്ടാണ്, ഷ്രില്ലാണ്, സൗണ്ട് ഷ്രില്ലാണ്. അതുപോലെ ലയൺ അല്ലെ, കാട്ടിലെ സിംഹം, ഗർജിക്കുന്ന രാജാവ്, ആ രാജാവിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ലോ പിച്ച് സൗണ്ടാണ്, ലോ ഫ്രീക്വൻസി സൗണ്ടാണ്. അതേസമയം അല്ലേ ഒരു കുയിലിൻ്റെ ഒക്കെ ശബ്ദം എന്ന് പറയുന്നത് എന്താണ് ഹൈ ഫ്രീക്വൻസി സൗണ്ടാണ്, ഹൈ പിച്ച്ഡ് സൗണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എന്താണ് ഓഡിബിൾ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പഠിക്കാനുണ്ട്. ഓഡിബിൾ സൗണ്ടാണ് കേട്ടോ. ഓഡിബിൾ സൗണ്ട് നമ്മൾ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് ഉണ്ട്, അതാണ് നമ്മുടെ ഓഡിബിൾ സൗണ്ട് എന്ന് പറയുക. ആ ഓഡിബിൾ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഇവിടെ നമ്മൾ ഇനോഡിബിൾ സൗണ്ട്സ് എന്ന് കേൾക്കാൻ പറ്റാത്ത സൗണ്ടുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതിന് മുന്നേ നമുക്ക് നമ്മളുടെ റേഞ്ച്, നമ്മളുടെ സൗണ്ടിൻ്റെ ലിമിറ്റ് ഒന്ന് നമുക്ക് പഠിക്കാം. ഓഡിബിൾ റേഞ്ച് എന്ന് നമ്മൾ പറയും. മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. ഈ സൗണ്ടിന്, ഈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്സ് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇതിന് താഴെയുള്ള സൗണ്ട് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്ന് പറയും. ഇതിന് മുകളിലുള്ള സൗണ്ടാണ് അൾട്രാസോണിക് സൗണ്ട്സ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുക ഇതിനിടയിലുള്ള സൗണ്ട്സ് മാത്രമാണ്. ഓക്കെ, ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്താണ് ബിലോ 20 ഹെർട്സ് ആണ്. എന്നാൽ അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എബവ് 20,000 ഹെർട്സ് ആണ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും നമുക്ക് മനുഷ്യന്മാർക്ക് കേൾക്കാനും പറ്റൂല അല്ലേ. അപ്പോൾ ഇൻഓഡിബിൾ സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. സം സൗണ്ട്സ് cannot be detected by human ear. Such sounds are called inaudible sounds. Example എന്താണ് ഇൻഫ്രാസോണിക് സൗണ്ട്സ്, അതുപോലെ തന്നെ അൾട്രാസോണിക് സൗണ്ട്സ്. ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ ബിലോ 20 ഹെർട്സിന് അല്ലേ, 20 ഹെർട്സിന് താഴെ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്സ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മുടെ ഡോഗ്സ്, പ്രാവിനൊക്കെ ഈ സൗണ്ട് കേൾക്കാൻ പറ്റും. അതേസമയം അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് പറയുന്നത് എബവ് 20,000 ഹെർട്സ് ആണ്. ഓക്കെ, ഈ സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ. നമ്മളുടെ ബാറ്റ്സ്, അങ്ങനെ ചില പക്ഷികൾക്കും ആനിമൽസിനൊക്കെ ഈ സൗണ്ടുകൾ കേൾക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സൗണ്ടിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. പക്ഷേ നമ്മുടെ ചുറ്റുപാടും പല പല ടൈപ്പിലെ സൗണ്ടുകൾ, ചില സൗണ്ടുകൾ, ചില പാട്ടുകളൊക്കെ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് കേൾക്കാൻ, സൗണ്ടുകളൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അല്ലെങ്കിൽ ചില പാട്ടുകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കേൾക്കും. പക്ഷേ നമ്മൾ കേട്ട് വെറുപ്പിക്കുക എന്നൊക്കെ പറയും അല്ലേ. ചില സമയത്ത് നമ്മൾ ആ സൗണ്ട് ഭയങ്കരമായിട്ട് കൂട്ടും, നമുക്ക് ചെവിക്ക് പ്രശ്നങ്ങൾ തുടങ്ങും, വേദന തുടങ്ങും, കേൾക്കാൻ നമുക്ക് അല്ല ഉറക്കം പോവും അല്ലേ. അങ്ങനെ ചില സമയങ്ങളിൽ സൗണ്ട്സ് എന്താവും അല്ലേ, നമ്മൾക്ക് ഇഷ്ടമുള്ള സൗണ്ടുകൾ തന്നെ എന്താവും ഇഷ്ടമില്ലാത്ത സൗണ്ടുകളായിട്ട് മാറും അല്ലേ. അങ്ങനെ നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ പ്ലസൻറ്റ് മൈൻഡ് കൊണ്ടുവരുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ് മ്യൂസിക് എന്ന് പറയും. എന്നാൽ അൺപ്ലസൻറ്റ് സൗണ്ട്സ്, നമുക്ക് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സൗണ്ട്സ് ആണ് നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോയ്സ് അല്ലെ അൺപ്ലസൻറ്റ് സൗണ്ട്സ് ആർ കാൾഡ് നോയ്സ്. നോയ്സ് പൊല്യൂഷന് കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതെന്താണ് കേൾക്കാൻ ഇഷ്ടമുള്ള അല്ലെ എൻജോയ് ഇങ്ങനെ ചെയ്യുന്ന സൗണ്ട് ഉണ്ട് അല്ലേ, അതാണ് നമ്മുടെ മ്യൂസിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കറിയാം അല്ലേ, എക്സസീവ് അൺവാണ്ടഡ് സൗണ്ട് ഇൻ ദ എൻവയോൺമെൻറ്റ് ഇസ് കാൾഡ് നോയ്സ് പൊല്യൂഷൻ. അപ്പോൾ ഇത് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത് അല്ലേ, നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് കുറയ്ക്കാൻ നിങ്ങളോടൊരു ഒരു റെമഡി നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് തള്ളി എഴുതണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ, ഒരുപാട് കാര്യങ്ങൾ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഈ മരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, സൗണ്ടുകളൊക്കെ ഇങ്ങനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് മെയിനായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതായിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ
ഓക്കെ, ഇതും കൂടെ നമുക്ക് പറയാം അല്ലേ. ഹാംസ് ഓഫ് നോയ്സ് പൊല്യൂഷൻ്റെ അല്ലേ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് സ്ലീപ്പ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ആങ്സൈറ്റി പോലെയുള്ള ഒരുപാട് മാരക പ്രശ്നങ്ങൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? നോയ്സ് പൊല്യൂഷൻ വഴി ഉണ്ടാക്കുന്നുണ്ട്. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ, നോയ്സ് പൊല്യൂഷൻ ലിമിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഞാനൊരു കാര്യം സജസ്റ്റ് ചെയ്ത് എന്താണ്, മരങ്ങൾ ഒരുപാട് വെച്ച് പിടിപ്പിക്കുക. അതുപോലെ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പാഠങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം, എക്സാമിന് നിങ്ങളോട് എഴുതാൻ പറയും. സോ ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ നോക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.